ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് 4 മണിച്ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പഴനിറയാണ്. നല്ല ടേസ്റ്റോടെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോക്കൊക്കെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണിത്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ പൊടിക്കണ്ട. ഇനി അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കുറേ തേങ്ങയൊന്നും വേണ്ട, ഒരു മുറിയുടെ പകുതി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നല്ലപോലെ വറുത്തെടുക്കൊന്നും വേണ്ട. ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 3 ഏലക്ക പൊടിച്ചതും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഴം നല്ല മധുരമുള്ളതല്ലേ, അതുകൊണ്ടാണ്. നിങ്ങൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ വറുത്തെടുക്കാം. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറുമ്പോൾ നമുക്ക് തീ ഓഫാക്കി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതായിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് കലക്കിയെടുക്കണം. വെള്ളം കൂടി പോകരുത്. കുറേശ്ശെ ഒഴിച്ചിങ്ങനെ കലക്കിയെടുത്താലും മതി. ഈ ഒരു കുറുക്കത്തിൽ ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. എന്നാൽ പഴത്തിൻ്റെ സൈഡിലേക്കൊന്നും ഒലിച്ചു പോകില്ല. ഇങ്ങനെ കുറുക്കി കലക്കിയെടുത്താൽ ഇതുപോലെ മതി കേട്ടോ. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി പഴം നമുക്ക് തൊലിച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. ഇത് നല്ല പഴുത്ത പഴം കേട്ടോ. നല്ല പഴുത്ത പഴം വേണമെന്നില്ല. ഇതിൻ്റെ നടുവെ ഇങ്ങനൊരു വരയിട്ട് കൊടുക്കണം. 2 സൈഡും വിടർന്നു പോകരുത്. നടുക്ക് മാത്രം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ മസാലയൊക്കെ നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. കൈവിരൽ വെച്ച് നല്ല അമർത്തി കൊടുക്കണേ. ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഇനി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഇത് മുക്കി പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട, എണ്ണ കുറച്ച് മതി. ഇനി ഈ ഇതിലേക്ക് നമ്മൾ മൈദ കലക്കി വെച്ചില്ലേ, അത് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. വെള്ളമായി പോയാൽ സൈഡിലേക്ക് കൂടെ ഒലിച്ചു പോകും. അതാണ് ഇച്ചിരി കട്ടിക്കെടുത്തത്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കാം. നമുക്ക് 3 ആട്ടം പൊരിച്ചെടുക്കണേ. ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് കുറച്ച് ഇവിടെ വിടർന്ന് വന്നിട്ടുണ്ട്. അത് സാരമില്ല. ഇത് അടുപ്പിൽ വെച്ചതിന് ഉടനെ തീ കുറച്ച് കൊടുക്കണേ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡ് ഇങ്ങനെ തിരിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എണ്ണയൊന്നും അങ്ങനെ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. എല്ലായിടവും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ ഉണ്ട്. ഒന്നും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാം വേവിച്ചെടുത്തു കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റൊക്കെയാണ് ഈ പഴം നിറ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.